ഇന്നത്തെ ഉച്ചയൂണിൻ്റെ കറിയാണ് കേട്ടോ. നല്ല അടിപൊളി കണവ കറിയാണ്. സ്പെഷ്യലായിട്ട് നമുക്കിന്നത് കണവ കറി തയ്യാറാക്കാം. നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെ ഉള്ള നല്ല സൂപ്പർ ഒരു കണവ റോസ്റ്റാണ് കേട്ടോ. നമുക്ക് റോസ്റ്റ് തയ്യാറാക്കാം. നമുക്ക് കണവ റോസ്റ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2-3 ചെറിയ കഷ്ണം ചുവന്നുള്ളിയും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളകും കൂടി ചേർത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് പൊട്ടിച്ച് നന്നായി തന്നെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മൾ കണവയൊക്കെ നന്നായി മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ പുരട്ടി എടുത്തിട്ടുണ്ട്. നമുക്കിനി പാൻ അടുപ്പിലോട്ട് വെച്ച് നമ്മുടെ ചേർത്ത് കൊടുത്ത എണ്ണയൊക്കെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ച് നമ്മുടെ കണവ നമുക്ക് പാനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ പൊരിക്കുന്നതല്ല, നല്ലതുപോലെ കണവ സോഫ്റ്റ് ആവുകയും ചെയ്യും, അതിൻ്റെ ആ വെള്ളമൊക്കെ അങ്ങ് മാറുകയും ചെയ്യും കേട്ടോ. നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലോട്ട് ഞാനിവിടെ 2 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. 2 കൊത്ത് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി അടച്ച് വയ്ക്കാം. നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി ഉടച്ചൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ ഇങ്ങനെ വഴറ്റിയിരുന്നു. ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ കണവയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അതും കൂടി ചേർത്ത് നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ കണവയൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു പരുവത്തിന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കണവയും കൂടി ചേർത്ത് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞാനിവിടെ കണവ റോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ചെറിയ ഫ്ലെയിമിലിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അതിലോട്ട് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കണവ റോസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റാണ് കേട്ടോ. കണവയൊക്കെ കിട്ടുമ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കണവ റോസ്റ്റ് നമുക്കൊരു ബൗളിലോട്ട് കോരിയെടുക്കാം. ഞാനിവിടെ ചോറ് വിളമ്പുന്നതൊന്നും കാണിക്കുന്നില്ല. ഇന്ന് നമ്മുടെ കണവ റോസ്റ്റ് മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്.